ഇപ്പോൾ ഇത് 20 ചുവന്നുള്ളിയുണ്ട്, 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 8 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കറിവേപ്പില ഉണ്ട്. പിന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്കിതിപ്പം ഒരു കട്ടിയുള്ള പാനിൽ 2.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആദ്യം ഇഞ്ചി ചേർക്കുവാണ്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കട്ടിയുള്ള പാത്രത്തിൽ വെക്കാനായി ശ്രദ്ധിക്കുക. ഞങ്ങൾ നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തിപ്പൊടി തയ്യാറാക്കുവാണിത്. കുറേ സാധനങ്ങൾ ഞങ്ങളിങ്ങനെ നാട്ടിൽ പോകുന്നതിന് അബുദാബി കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കാണ്. എൻ്റെ അമ്മയാണ് തയ്യാറാക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ സ്പെഷ്യൽ വിഭവങ്ങളാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കാണാൻ പോകുന്നത്. അമ്മമാർക്കാകുമ്പോൾ നന്നായിട്ട് അറിയാമല്ലോ, എക്സ്പേർട്ടാണ് അവർ. എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? 50 കുക്കിങ് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കുക്കിങ്ങിൽ. നമ്മളെക്കാളും അനുഭവ സമ്പത്താണ് കുക്കിങ്ങിൽ. അപ്പോൾ അവരുടെ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. കരിവേപ്പില, നാരകത്തിൻ്റെ ഇല, കറിവേപ്പില, വറ്റൽമുളക്, നാരകത്തിൻ്റെ ഇല എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിക്കുക. 2 തേങ്ങയുടെ സാധനങ്ങളാണ് കാണിച്ചത് മൊത്തം. കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില ആവശ്യത്തിന് വേണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തേങ്ങ ചേർക്കുവാണ്. കുറച്ച് ഉപ്പിടുവാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിപ്പിടിക്കും. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളി ഇടുവാണ്. ഈ പുളി ചെറു പീസായിട്ട് വേണം ഇടാനായിട്ട്. ഇതിട്ട് വേണം വരട്ടണം. ഈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പണി. 15 കുരുമുളക് ചതച്ചിട്ടത് ചേർക്കണം. നല്ല മണം വരുന്നില്ലേ? ഇതുപോലെ എങ്ങനെ ഇളക്കണം. ഇടയ്ക്ക് കരിഞ്ഞ് പോകുമൊന്നും ചെയ്യരുത്. തെറ്റിട്ട് എങ്ങോട്ടും പോകരുത്. മിക്സിയിലോട്ട് പൊടിക്കുമ്പോൾ ഇച്ചിരി ചൂട്, അതിൻ്റെ ചൂട് കൊണ്ട് ആവും. മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ഇടുവാണ്. കാശ്മീരി മറ്റേ ഇത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്താണ്. കാശ്മീരി വറ്റൽമുളകും കൂടെ പൊടിച്ചെടുത്താണിത്. പനിയൊക്കെ വരുമ്പോൾ കഞ്ഞി വെച്ച് ഈ സമ്മന്തിപ്പൊടി ഇട്ട് കുടിച്ചാൽ മതി. വയ്യാതെയാവുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ചമ്മന്തി. നാളെ ഞാൻ കഴിഞ്ഞ ചമ്മന്തിപ്പൊടി കൊണ്ടുവരാം. അപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നമ്മൾ അരയ്ക്കും, പൊടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി തയ്യാറാണ്. ചമ്മന്തിപ്പൊടി റെഡിയാവും. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഇത് കൈ വിടാതെ ഇളക്കണം. അതാണ് എൻ്റെ എങ്ങും ഇട്ടേച്ച് പോയേക്കരുത്. പിന്നെ നല്ല നാടൻ സ്വന്തം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നാടൻ കറിവേപ്പില. ചമ്മന്തിപ്പൊടി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ ജാറിൽ നമ്മൾ പൊടിച്ചെടുക്കും. ഇത് ഞങ്ങൾ ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. 10 അച്ചാർ, ഇലമ്പുളി അച്ചാർ.